ഓൾറെഡി അത് 1.5-2 മീറ്റർ നീളമുള്ള വലിയ സാധനം. അത് ഇങ്ങനെ 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 തൂക്കണ തുറപ്പില്ലേ, കമ്പുള്ള സാധനം. അത് അവരുദ്ദേശത്തിൽ കൂടെ വലുതായിരുന്നു, നീളം കുറഞ്ഞു പോയിരുന്നു. നമ്മള് ബൈക്കിലാണ് വെച്ചുകൊണ്ട് പോണ ഈ സാധനം. ഇത് എവിടെ വെക്കും, എങ്ങനെ വെക്കും? കെട്ടാൻ വല്ല ടാഗ വല്ല കിടപ്പുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ ടാങ്കിന്റെ മണ്ടയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിങ്ങനെ കിടന്ന് ആടി 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 പെൻഡിലും പോലെ ആടി ആടി എങ്ങനെയൊക്കെയോ ഏതൊക്കെ ആളില്ലാത്ത വഴി കൂടെയൊക്കെ കറങ്ങി ചുറ്റി കൊണ്ട് കൊടുത്തു. കിട്ടിയത് 35 രൂപ. 4-5 കിലോമീറ്റർ കൊണ്ടുപോയപ്പോൾ 35 രൂപയാണ് ഇൻസ്റ്റാമാർട്ടുകാർ നമുക്ക് ദാനമായിട്ട് തന്ന സാധനം. എന്നിട്ട് ഇൻസ്റ്റാമാർട്ട് ഓടാനായിട്ട് അവിടെ കുറെ പേര് ആൾക്കാരുണ്ട്, അവർക്കൊട്ട് ഓർഡർ കൊടുക്കത്തില്ല. എന്നിട്ട് അവര് നമ്മളെ വന്ന് ഓർഡർ എടുത്തോണ്ട് പോകുമ്പോൾ നമ്മളെ മറ്റേ എല്ലാ രാവിക്കൊണ്ടിരിക്കുകയാണ്. യുവമാർക്ക് ഫുഡ് കൊടുത്താൽ പോലും എന്തിനും ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ യുവമാർക്ക് എന്തിനും ഓർഡർ കൊടുക്കുന്ന എന്ന് പറഞ്ഞ് ഇത് കണ്ടിട്ട് അവർ ദേഷ്യപ്പെട്ട് അവരും തിരിയും, അവർ ചെന്ന് സമരം ചെയ്യും. അവർ ഓടാറങ്ങത്തില്ല. അപ്പോഴും പെട്ടുപോണാരാണ് ഈ ഫുഡ് ഡെലിവറി എന്നുള്ള നമ്മളാണ്. ഇവര് ഓടാ ഇറങ്ങിയാൽ പോലും നമുക്ക് ഓർഡർ അടിച്ചിട്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമുക്കത് കൊണ്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഈ അരി, മോപ്പ്, വാട്ടർ ക്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുകൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. എന്നാലും നമുക്ക് ഒരു ദിവസം ഒരു ഓർഡർ കൂടുതൽ ക്യാൻസൽ ചെയ്ത് തന്നെ ഇൻസെന്റീവും കാര്യങ്ങളും കട്ടാവുന്നതുകൊണ്ട് നമ്മൾ സായിട്ട് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ് നിൽക്കും. അപ്പൊ ഇവർക്ക് നമ്മളടുത്തൊരു അയ്യോ നമ്മൾ ഓർഡർ എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞൊരു അസൂയാണ്. എന്നിട്ട് ഇവന്മാർ സമരം കൊണ്ട് ചെയ്യും. ഇവന്മാർ ഇറങ്ങാതിരിക്കുമ്പോൾ ഇരട്ടി പണി നമുക്കാണ്. ഇൻസ്റ്റാമാർട്ടുകാരുടെ കാര്യമല്ല പറയുന്ന, ഫുഡ് ഡെലിവറി ഓടുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്ന. ഒരു ദിവസം ഒരു ഫുഡ് ഡെലിവറി ഓടുന്ന, ഒരു ഫുൾ ടൈം ഓടുന്ന ഒരു ഡെലിവറി പാർട്ണറിന്റെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി, വണ്ടി ഏകദേശം ഒരു മിനിമം ഒരു 150+ കിലോമീറ്റർ ഓടിയിരിക്കും. ഈ വണ്ടി 150+ കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം കൂടി പോയി 10,000 കിലോമീറ്റർ ആണ്. ഓയിലിന്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 6,000-7,000 കിലോമീറ്റർ. അങ്ങേയറ്റം പച്ചവെള്ളം കണക്കാവും ഇതൊക്കെ, ഓയിലൊക്കെ. ഇത് ഇത്രയൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെലവാക്കി ഓടി എന്തെങ്കിലുമൊക്കെ തുച്ഛമായ പൈസ കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റമർ ഇടുന്ന ടിപ്പ് വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. എന്നിട്ടും TDSഉം കാര്യങ്ങളും ഒക്കെ പിടിച്ചോണ്ട് പോയി തുച്ഛമായ പൈസയും ഇൻസെന്റീവ് കട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും കാണിച്ച് തിന്നിട്ട് 1 കിലോമീറ്ററിന് 5 രൂപ അല്ലെങ്കിൽ 6.5 രൂപയാണ് ഈ സ്വിഗ്ഗി എന്ന് പറയുന്ന മഹാ കമ്പനി തരുന്നത്. ഇതിനായിട്ട് ഹോട്ടലിൽ ഫുഡ് എടുക്കാൻ പോകുമ്പോൾ ചില ഹോട്ടലുകൾ അകത്ത് കയറല്ലേ വെളിയിൽ നിന്നോളണേ, അകത്ത് കയറല്ലേ വെളിയിൽ നിന്നോളെ. സെക്യൂരിറ്റിക്കാർക്ക് മുതലാളിമാരെ കാട്ടിയും പ്രശ്നമാണ്. ഇവനൊക്കെ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്ന മുതലാളിമാരും സെക്യൂരിറ്റിക്കാരും ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ്, കസ്റ്റമറിന് പകരം സാധനം വാങ്ങിക്കാൻ വരുന്ന ആളാണ്. അതായത് നമ്മളവിടുത്തെ കസ്റ്റമറാണ്. നമുക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്ത് ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുമായിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കൊടുക്കും, അത് വേറെ കാര്യം. എനിക്കങ്ങനെ അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. അപ്പം ഈ ഡെലിവറി ബോയ്സിനൊക്കെ തലയ്ക്ക് ആകാൻ പോണവരെ ആലോചിക്കുക, കസ്റ്റമറിന് പകരം അവിടെ സാധനം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരാണ്. അതിൻ്റെതായ റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കണം. നിങ്ങളുടെ ആരുടെ ബേസിക് അല്ല അവിടെ ആരും വർക്ക് ചെയ്യുന്ന, മുതലാളിയുടെ സെക്യൂരിറ്റിയുടെ ബേസിക് അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. സ്വിഗ്ഗിക്ക് പോലും നമ്മുടെ മുകളിൽ അധികാരമില്ല. കാരണം നമ്മുടെ പൈസ മൊത്തം തിന്നുകൊണ്ട് പോകണം. നമുക്ക് തന്നെ സ്വിഗ്ഗി വലിയ വിലയില്ല.